ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 6, പേജ് നമ്പർ 666. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ. ശ്ലോകം 7, പേജ് നമ്പർ 666. ഇച്ഛാ ദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാ ധൃതിഃ ഏതത് ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. പദാനുപദം. മഹാഭൂതാനി മഹാഭൂതങ്ങളും, അഹങ്കാര അഹങ്കാരവും, ബുദ്ധിഃ ബുദ്ധിയും, അവ്യക്തം ഏവ ച അവ്യക്തവും, ദശ 10, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളും, ഏകം ച ഒന്നും, മനസ്സും, ഇന്ദ്രിയഗോചരാഃ ഇന്ദ്രിയ വിഷയങ്ങളായ, പഞ്ച ച 5, ഇച്ഛാ ഇച്ഛ, ദ്വേഷഃ ദ്വേഷം, സുഖം സുഖം, ദുഃഖം ദുഃഖം, സംഘാതഃ സമഷ്ടി, ചേതന ചേതന, ധൃതി വിശ്വാസപ്രമാണം എന്നിവയും, ഏതത് ഇങ്ങനെ, ക്ഷേത്രം ക്ഷേത്രം, സവികാരം പ്രതികരണങ്ങളുൾപ്പെടെ, സമാസേന ചുരുക്കത്തിൽ, ഉദാഹൃതം വിവരിക്കപ്പെടുന്നു. വിവർത്തനം. 5 മഹാഭൂതങ്ങൾ, മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഭാവാർത്ഥം. ഋഷിവര്യന്മാരുടെ ആധികാരിക പ്രസ്താവനകളിൽ നിന്നും, വൈദിക സൂക്തങ്ങളിൽ നിന്നും, വേദാന്ത സൂത്രങ്ങളിൽ നിന്നും പ്രപഞ്ചഘടനകളെപ്പറ്റി നമ്മൾ ഗ്രഹിക്കുന്നതിങ്ങനെയാണ്. ഒന്നാമതായി, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങളുണ്ട്.
പിന്നെ മിഥ്യാഹങ്കാരവും ബുദ്ധിയും പ്രകൃതിയുടെ അവ്യക്ത നിലയിലുള്ള 3 ഗുണങ്ങളും ഉളവാകുന്നു. പിന്നെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും. അടുത്തതായി ശബ്ദം, കാലുകൾ, കൈകൾ, ഗുദം, ഉത്പാദനേന്ദ്രിയം എന്നീ കർമ്മേന്ദ്രിയങ്ങളും രൂപം കൊള്ളുന്നു. ഇന്ദ്രിയങ്ങളെക്കാൾ ഉത്കൃഷ്ടമായ മനസ്സാണ് അടുത്തത്. ആന്തരികമാകയാൽ ഇതിനെ ആന്തരേന്ദ്രിയമെന്ന് പറയാം. ഇങ്ങനെ മനസ്സുൾപ്പെടെ 11 ഇന്ദ്രിയങ്ങൾ. പിന്നെ ഇന്ദ്രിയ വിഷയങ്ങൾ 5: ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം. ഈ 24 ഘടകങ്ങളുടെ സമൂഹത്തെയാണ് കർമ്മക്ഷേത്രമെന്ന് പറയുന്നത്. ഈ 24 വിഷയങ്ങളെയും വെവ്വേറെ എടുത്ത് നിഷ്കൃഷ്ട പഠനം നടത്തുന്നവർക്ക് കർമ്മക്ഷേത്രത്തെക്കുറിച്ച് നന്നായി അറിവു നേടാം. ഇനി രാഗദ്വേഷങ്ങളും സുഖദുഃഖങ്ങളുമുണ്ട്. സ്ഥൂല ശരീരത്തിലെ 5 മഹാഭൂതങ്ങളുടെ അന്യോന്യ പ്രതികരണങ്ങളെയാണിവ വെളിപ്പെടുത്തുന്നത്. പ്രജ്ഞ, വിശ്വാസം എന്നീ ജീവലക്ഷണങ്ങൾ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉൾപ്പെടുന്ന സൂക്ഷ്മ ശരീരത്തിൻ്റെ ആവിഷ്കാരങ്ങളത്രേ. ഈ സൂക്ഷ്മതത്വങ്ങളും കർമ്മക്ഷേത്രത്തിൽപ്പെട്ടവ തന്നെ. മിഥ്യാഹങ്കാരത്തിൻ്റെ സ്ഥൂലമായ പ്രതിനിധാനങ്ങളാണ് പഞ്ചമഹാഭൂതങ്ങൾ. ഭൗതിക സങ്കല്പത്തിൻ്റെ അഥവാ അജ്ഞാനവിധേയമായ തമോമയമായ ബുദ്ധിയുടെ, മിഥ്യാഹങ്കാരത്തിൻ്റെ ആദ്യരൂപങ്ങളായ ഇവ പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അവ്യക്തദശയെ പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെ അവ്യക്തദശയിലുള്ള ത്രിഗുണങ്ങളെയാണ് പ്രധാനം എന്നു പറഞ്ഞു വരുന്നത്. ഈ 24 മൂലകങ്ങളെയും അവയുടെ അന്യോന്യ പ്രതികരണങ്ങളെയും കുറിച്ച് വിശദമായി അറിയേണ്ടവർ കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട്. ഭഗവദ്ഗീത ഇവയെ സംക്ഷിപ്തമായി വിവരിച്ചിട്ടേയുള്ളൂ. ഈ ഘടകങ്ങളെല്ലാം ഉൾപ്പെട്ടതാണ് ശരീരം. ആ ശരീരത്തിന് മാറ്റങ്ങൾ 6 വിധത്തിലുണ്ട്: ജനനം, വളർച്ച, സ്ഥിതി, പ്രത്യുത്പാദനം, ക്ഷയം, മരണം എന്നിങ്ങനെ. അസ്ഥിരമായ ഒന്നാണ് ഈ കർമ്മക്ഷേത്രം. എന്നാൽ അതിനുടമയായ ക്ഷേത്രജ്ഞൻ അങ്ങനെയല്ല. ഹരേ കൃഷ്ണ.